വടകരയിലെ UDF സ്ഥാനാർത്ഥി കെ രമയാണ് നമുക്കൊപ്പമുള്ളത്. വലിയ ഒരു പോരാട്ടമാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു സ്വീകരണം? ഒരു തുടർഭരണം എന്ന അവകാശവുമായാണ് CPM മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഉണ്ടാവില്ല എന്ന് UDF തറപ്പിച്ച് പറയുക. എന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? നല്ല പ്രതികരണമാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, ഇനി ഈ ഭരണം തുടരരുത് എന്നതാണ്. ഇത് മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളെയാണ് നമുക്ക് താഴെ തട്ടിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭരണത്തിന് മാറ്റം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയം 100% ഉറപ്പാണ്. ഈ ഭരണം മാറി UDF അധികാരത്തിൽ വരും. അതിനനുസരിച്ച് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല സ്വീകരണമാണ്. ആളുകൾ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ജീവിത പ്രയാസങ്ങൾ വലിയ തോതിൽ ഇരട്ടിയായതിൻ്റെ ഇത് കാണാൻ സാധിക്കുകയാണ്. അത് ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി ബോധ്യമാവുകയാണ്. അപ്പം ആ തരത്തിലേക്കാണ് എല്ലാ പ്രദേശങ്ങളിലും. എനിക്ക് വടകരയിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു മൊത്തം ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ ആളുകളുടെ ഒരു ചിന്ത അങ്ങനെ തന്നെയാണ്. വടകരയിൽ തീർച്ചയായിട്ടും നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. നല്ല രാഷ്ട്രീയ പോരാട്ടമാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനവും നമ്മുടെ ഈ ഭരണത്തിനെതിരായിട്ടുള്ള വികാരവും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. നല്ല സ്വീകരണമാണ് എല്ലാ വിഭാഗം ആളുകളുടെ ഇടയിലും ഉണ്ടായിരിക്കുന്നത്. TPയുടെ ഓർമ്മകൾ ഇപ്പോഴും ജനങ്ങളിൽ സജീവമായി തന്നെ നിൽക്കുന്നോ? ആളുകളുടെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കൂടിയുള്ളൊരു വോട്ടാണോ ഇത്തവണയും താങ്കൾക്ക് ചെയ്യുന്നത്? തീർച്ചയായിട്ടും, ഒരു സംശയവുമില്ല. TP ചന്ദ്രശേഖരനെ വടകര മറക്കില്ല, കേരളം മറക്കില്ല. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നേരത്തെ അനുവദിച്ച ചിഹ്നത്തിനൊരു മാറ്റമുണ്ടായി. അത് പിന്നീട് ആ മാറ്റം അത് TP ചന്ദ്രശേഖരന്റെ ചിഹ്നമാണ് ഞങ്ങൾ പിന്നീട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനൊരു വൈകാര്യതയുണ്ട്. ഈ വടകരയിലെ ജനത്തിന്റെ മനസ്സിലുൾപ്പെടെ അതുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. നമ്മൾ വോട്ടിന് ഈ ചിഹ്നം മാറിയത് ആളുകളോട് പറയുമ്പോൾ അവരിങ്ങോട്ട് പറയാണ്. ആളുകൾക്ക് വലിയ പല ഭാഗത്തു നിന്നും ആളുകൾ വിളിച്ചു പറയുന്നത് ഈ പോസ്റ്റർ മാറ്റിയില്ല, ഈ ബോർഡിൽ മാറ്റിയില്ല എന്ന് ആളുകൾ ഇങ്ങോട്ട് പറയാണ്. അപ്പൊ അവരത്രമാത്രം ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട്, അവരതിനെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഓർമ്മകൾ വളരെ കൃത്യമായി ഇവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആദ്യം ഫുട്ബോൾ പോയപ്പോൾ ഒരു വിഷമം പെട്ടെന്ന് തോന്നിയെങ്കിലും TPയുടെ ചിഹ്നം തന്നെ മത്സരിക്കാൻ കിട്ടി അല്ലെ, ടെലിവിഷൻ. അതെ, അതൊരു വലിയ സന്തോഷം, ഒരു അഭിമാനം തോന്നി. അതിന്റെ ഒരു വൈകാരികതയും ഒക്കെ നമുക്ക് എല്ലാവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമായി. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസവും ഒരു ആകസ്മികമായ. അതെ, അതാണ് മറ്റൊരു പ്രത്യേകത. വളരെ ആകസ്മികമായിട്ട് മെയ് 4 അതിന്റെ വോട്ടെണ്ണൽ ദിവസം വന്നിരിക്കുന്നത്. അതും തീർച്ചയായിട്ടും ജനം അതിനനുസരിച്ച് ആ മെയ് 4 മറക്കാത്ത ദിനമാണ്. കേരളത്തിൽ ആർക്കും മറക്കാൻ കഴിയില്ല മെയ് 4. അതുകൊണ്ട് തന്നെ മെയ് 4 ആ തരത്തിലേക്കുള്ള ഒരു റിസൾട്ട് തന്നെ ഉണ്ടാകും. ഈ കൂലംകുത്തികളൊക്കെ ഒരുപാട് കുറവുള്ളൊരു കാലത്തായിരുന്നു നിങ്ങളൊക്കെ അടക്കമുള്ളവർ പാർട്ടി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ ഇപ്പോൾ എണ്ണം കൂടി വരികയാണ്. ആ നിലപാടുകളെ അന്ന് വിമർശിച്ചവർ പോലും ഇപ്പോൾ പാർട്ടിക്ക് പുറത്തേക്ക് വരുന്നു. സുധാകരനെ പോലെ അത്രയും പഴക്കമുള്ള നേതാക്കൾ എത്തുന്നു, ആളുകളുടെ എണ്ണം കൂടുന്നു. അത് ഒരു പോസിറ്റീവായാണോ കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം CPM എന്ന പാർട്ടിക്കകത്ത് നടക്കുന്ന ആഭ്യന്തര കലഹങ്ങൾ, വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ആ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്ന ആളുകൾ, പൂർണ്ണ മനസ്സോടെ നിൽക്കുന്ന വളരെ കുറച്ച് ആളുകളെ കാണാൻ സാധിക്കും. അങ്ങനെ നിൽക്കുന്ന ആളുകളൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പങ്കുപറ്റുന്ന ആളുകൾ, ജോലി കിട്ടിയ ആളുകൾ, സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകളല്ലാതെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം നിലവിൽ വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ വളരെ കുറവായിട്ടാണ് ആ പാർട്ടിക്കകത്ത് ഇപ്പോഴുള്ളത്. നേരത്തെ 2008 ഞങ്ങള് ഒഞ്ചിയത്ത് പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ശബ്ദങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നിറയെ വിമത ശബ്ദങ്ങൾ പറയാൻ ആളുകൾക്ക് ധൈര്യമുണ്ടാകും. അതുവരെ ഇല്ലാഞ്ഞിട്ടല്ല, ഒരു ധൈര്യമില്ലായിരുന്നു. പാർട്ടിക്ക് എതിരെ സംസാരിച്ചാൽ എന്തായിരിക്കും അനുഭവം എന്ന് അവർക്ക് പേടിയായിരുന്നു. കാരണം നമുക്ക് ചന്ദ്രശേഖരന്റെ അനുഭവം, പലതരത്തിലുള്ള അനുഭവങ്ങൾ അവരെയുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു ഭയമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങളുടെ RMPയുടെ ഒക്കെ പ്രവർത്തനവും ആ മുന്നോട്ട് പോക്കും, ഇപ്പോഴും ഞങ്ങൾ അചഞ്ചലമായിട്ടുള്ള ഈ ഒരു നിൽപ്പും ആ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പറയലും ഒക്കെ അതിനകത്തുള്ള ആളുകൾക്ക് വലിയ പ്രചോദനമായി. അതാണ് ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും കുലംകുത്തികൾ അതിശക്തമായി പുറത്തു വരും. ഒപ്പം ഈ ചില പരാതികൾ, കഴിഞ്ഞ ദിവസം SP ഒരു പരാതി കൊടുത്തല്ലോ, ഈ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തെയൊക്കെ വക്രീകരിച്ച് ചിത്രീകരിക്കപ്പെടുന്നു. എങ്ങനെയാണ് ഇവിടെ ഒരു പ്രശ്നം? വളരെ തെറ്റായ രീതിയിൽ വ്യാജ പ്രചരണം നടത്തുകയാണ്. തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ സ്ഥാനാർത്ഥിക്കെതിരെ മോശമായ രീതിയിലേക്കുള്ള AI ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ ഉണ്ടാക്കുന്നു, അതിന്റെ ഫോട്ടോ ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് സോഷ്യൽ മീഡിയ മുഴുവൻ പ്രചരിപ്പിച്ച് ആളുകളുടെ മനസ്സിൽ ഇത്
യാഥാർത്ഥ്യത്തിലുള്ളതാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ്. അത് കുറച്ച് ദിവസമായി വളരെ ബോധപൂർവം ഈ ഒരു പ്രവൃത്തി നടക്കുകയാണ്. ചോമ്പാൽ ഹാർബർ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയപ്പോൾ നല്ല സ്വീകരണമാണ് അവിടെ കിട്ടിയത്. ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂറിനോളം ചോമ്പാൽ ഹാർബറിൽ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്തും ഒരു അപശബ്ദങ്ങളോ ഒരു തടയലോ ഉണ്ടായിട്ടില്ല. പക്ഷെ തടഞ്ഞു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി മൊത്തം പ്രചരണം നടത്തുക. അപ്പം അതിനെതിരെയാണ് SP പരാതി കൊടുത്തത്. അത് മാത്രമല്ല, ചുമരെഴുത്തുകൾ കയ്യൊയിലൊഴിക്കുന്നു, ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നു, അങ്ങനെ വ്യാപകമായി അക്രമം അഴിച്ചുവിടാനുള്ള ഒരു ശ്രമവും വടകര മേഖലയിൽ ബോധപൂർവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഈ തരത്തിലേക്ക് അക്രമങ്ങളിലേക്ക് നീങ്ങുകയാണോ എന്ന് സംശയിക്കുകയാണ്. ഏതായാലും ഇതിനെതിരെ SP പരാതി കൊടുത്തിട്ടുണ്ട്. SP അത് പരിശോധിക്കുമെന്ന് വിചാരിക്കുന്നു. സമാധാനപരമായൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇവിടെ ആവശ്യം. തീർച്ചയായിട്ടും എതിരാളികൾക്ക് രാഷ്ട്രീയം പറയാം, MLA പ്രവർത്തനത്തെ വിമർശിക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. ആവശ്യമാണ്. അതാണ് ജനാധിപത്യം, അതാണ് തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ആ ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ രൂപമാണല്ലോ. അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യണം, അങ്ങനെ ചെയ്യണം. പക്ഷെ അതിലപ്പുറത്തേക്ക് ഇല്ലാത്ത വസ്തുതകളെ പ്രചരിപ്പിക്കരുത് എന്നതാണ് നമുക്ക് വളരെ സവിനയം അവരോട് അഭ്യർത്ഥിക്കാറുള്ളത്. ഇന്നലെ രാഹുൽ ഗാന്ധി പറയുന്നത് കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വരേണ്ട കാലം ആവുന്നു എന്നാണ്. അങ്ങനെ എന്തെങ്കിലും വിദൂര സാധ്യതകളായാലും ഈ ഘട്ടത്തിൽ UDF നിന്ന് കാണാൻ കഴിയുമോ? അല്ല, UDF LDF എന്നതല്ല, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് കാലമായി പറയുന്നു. സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരണം എന്നുള്ളത്. അത് രാഷ്ട്രീയ രംഗത്തായാലും ഭരണരംഗത്തായാലും ഒക്കെ സ്ത്രീകളെ നേതൃപദവിയിൽ എത്തുകയും ഇതുപോലെയുള്ള സ്ഥാനങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യുക എന്ന് കേരളത്തിൽ ഇപ്പോഴും ഒരു വിദൂര സ്വപ്നമായി അവശേഷിക്കുകയാണ്. അത് മാറണമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അല്ല, CPM-ലാണെങ്കിൽ പോലും ശൈല ടീച്ചറുടെ പേര് കുറെ നാളുകളായി പറഞ്ഞു കേൾക്കുന്നതാണ്. പക്ഷേ ഇത്തവണ പേരാവൂരിലേക്കാണ് മത്സരിക്കാൻ പോലും വിടുന്നത്. ടീച്ചറെ LDF-ന് ഭൂരിപക്ഷം ലഭിച്ചാൽ, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ലഭിക്കില്ലെന്നാണ്, പക്ഷെ ലഭിച്ചാൽ ടീച്ചറെ മുഖ്യമന്ത്രി ആക്കുമെന്ന് കരുതുന്നുണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ അത് ഏറ്റവും സുരക്ഷിതമായ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയത്. അതിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമാണല്ലോ, അന്തർധാര വളരെ കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പൊ അതൊന്നും ഇപ്പൊന്നും നടക്കാൻ പോകുന്നില്ല. ഏതായാലും സ്ത്രീകൾ അതിനെതിരെ അതിശക്തമായിട്ട് തന്നെ എല്ലാവരും രംഗത്തേക്ക് വരട്ടെ, അവരുടെ കഴിവ് തെളിയിക്കട്ടെ. ഇതൊക്കെ കാലം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഈ SDP സ്ഥാനാർത്ഥികൾ വളരെ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. അതിലൊരിടം വടകരയാണ്. അതെ, തീർച്ചയായിട്ടും വടകരയിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിലവിലുള്ള MLA UDF-നെ പരാജയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അവർ പരസ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അത് തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അല്ല, LDF-നാണ് മറ്റുള്ള ഇടങ്ങളിൽ പിന്തുണയൊക്കെ പലയിടത്തും നൽകുന്നതായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. അത് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണല്ലോ. അവരുടെ പിന്തുണ പൂർണ്ണമായിട്ടും LDF-നാണ് കിട്ടുന്നത്. ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തന്നെ അഴിയൂർ മണ്ഡലത്തിൽ അവർ ജയിച്ച വാർഡുകളിൽ LDF-ന്റെ വോട്ട് 6 വോട്ട് 8 വോട്ട് ഒക്കെയാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ എന്താണ് അതിന്റെ ഒരു രാഷ്ട്രീയം എന്നുള്ളത്, പറയേണ്ടതില്ല. പരസ്യമായ കൂട്ടുകെട്ടുള്ള സ്ഥലമാണ് വടകര. അതെ, നേരത്തെ ഉണ്ട്. അഴിയൂര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. SDP വിജയിച്ച മണ്ഡലങ്ങളിൽ LDF-ന്റെ വോട്ട് വളരെ കുറവാണ്. അത് പരിശോധിച്ചാൽ തന്നെ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി പറയാം. ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും വിജയം ഉറപ്പാണ്. വളരെ വൈകാരികമായ ഒരു രീതിയിലാണ് വോട്ട് എണ്ണൽ നടക്കുന്നത്. ഒപ്പം TPയുടെ ചിഹ്നം തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുന്നു. വലിയ വിജയം ഇത്തവണയും ഉറപ്പാണ് എന്ന് തന്നെയാണ് KK രമ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.